രാധേ രാധേ. വിവാഹത്തിന് മുമ്പ് ജാതക പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ് ഇന്നത്തെ കാലത്ത്. ആദ്യമേ ഞാൻ പറയട്ടെ, നിങ്ങളുടേത് പ്രണയവിവാഹമാണെങ്കിൽ, നിങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ ജ്യോത്സ്യൻ പറയുന്നു മരണപ്പൊരുത്തമുണ്ടെങ്കിൽ അയാളെ പാട് നോക്കി പോകാൻ പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ രാധാഭക്തരാണ്. ഒരുപക്ഷെ രാധാറാണിയെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലായിരിക്കും, സാരമില്ല. പ്രണയിക്കുന്നവരെല്ലാം രാധാറാണിയുടെ സംരക്ഷണയിലാണ്. രാധാറാണിയുടെ സംരക്ഷണയിലുള്ള ഒരാളെ തൊടാൻ ഒരു ഗ്രഹങ്ങളും തയ്യാറാകില്ല. അതുകൊണ്ടാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ മുഹൂർത്തം നോക്കണ്ട വിവാഹത്തിനെന്ന്. കാരണം എന്തുകൊണ്ട്? ഗുരുവായൂരപ്പൻ ഇരിക്കുന്നിടത്ത് ആർക്ക് പ്രവേശനമില്ല? ഗ്രഹങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ പ്രണയിക്കുന്നവർ കല്യാണം കഴിച്ചിട്ട് അവരുടെ പ്രണയം കുറഞ്ഞു പോയാൽ അവർ രാധാജിയുടെ സംരക്ഷണയിൽ നിന്ന് മാറുകയും പിന്നെ ഗ്രഹങ്ങൾ ആക്രമിക്കുകയും ചെയ്യും. എന്നാൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിനകത്ത് പ്രത്യേക നിയമം പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടുപേരും, ചെറുക്കനും പെണ്ണും സാമ്പത്തികമായി തുല്യ നിലയിലായിരിക്കണം. അല്ലെങ്കിൽ ചെറുക്കൻ അല്പം കൂടുതൽ, തുല്യ വിദ്യാഭ്യാസം രണ്ടുപേർക്കും, അല്ലെങ്കിൽ പയ്യൻ അല്പം കൂടുതൽ, തുല്യ അഴക്, തുല്യ പൊക്കം, അതല്ല എന്നുണ്ടെങ്കിൽ ചെറുക്കൻ അല്പം കൂടുതൽ. ഇത്രയും കൃത്യമാണെങ്കിൽ പരസ്പരം നന്നായി മനസ്സ് തുറന്ന് സംസാരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ പരസ്പരം ചേർന്നു പോകും എന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ ജാതകം നോക്കുക. ജാതകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. സത്യത്തിൽ നിങ്ങൾ ജാതകത്തിൽ യഥാർത്ഥത്തിൽ നോക്കുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ഈ പ്രണയിക്കുന്ന ആൾക്ക് ആയുസ്സിന് വല്ല കുഴപ്പവുമുണ്ടോ, രോഗം വന്ന് കഷ്ടപ്പെടുന്നതാണോ, എന്തെങ്കിലും ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മടിക്കാത്തവനാണോ, അത്രയും നോക്കിയാൽ മതി. ഇതല്ലാതെ വേറെ യാതൊന്നും നോക്കേണ്ട കാര്യമില്ല. അമിതമായ പ്രാധാന്യം ജാതകത്തിന് കൊടുത്ത് ഭാവി നശിപ്പിക്കരുത്. രാധേ രാധേ.